തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, വടകര എന്നീ 5 ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാൻ സിപിഎം നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലാണ് പാർട്ടിയിലെ സംഘടനാ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. വിഭാഗീയത അടക്കമുള്ള സംഘടനാ പ്രശ്നങ്ങൾ ഈ മണ്ഡലങ്ങളിൽ തോൽവിയിലേക്ക് നയിച്ചെന്ന് കമ്മീഷൻ കണ്ടെത്തി. 5 മണ്ഡലങ്ങളിലെയും തോൽവി സംബന്ധിച്ച വിലയിരുത്തലുകൾ ക്രോഡീകരിച്ചുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന സമിതിയിൽ വെച്ചത്. തിരുവനന്തപുരം, കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചടിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വടകര മണ്ഡലത്തിൽ എൻ ഷംസീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ജില്ലാ നേതൃത്വം തന്നെ എതിർപ്പുയർത്തിയിരുന്നു. പ്രാദേശിക തലത്തിലെ ഇത്രയും പ്രശ്നങ്ങൾ മൂലം പ്രചാരണ രംഗത്ത് യുവജന വിഭാഗങ്ങളടക്കമുള്ള പാർട്ടി ഘടകങ്ങൾ പലയിടത്തും നിർജ്ജീവമായിരുന്നതായും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് എ വിജയരാഘവനും, കൊല്ലത്ത് എം വി ഗോവിന്ദനും, ആലപ്പുഴയിൽ തോമസ് ഐസക്കും, വടകരയിൽ എ കെ ബാലനും, കോഴിക്കോട്ട് വി വി ദക്ഷിണാമൂർത്തിയുമായിരുന്നു അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ. സമിതിയിൽ വെച്ച റിപ്പോർട്ടിന്മേൽ ചർച്ചയും നടന്നു. ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ SNDP അടക്കമുള്ള സാമുദായിക സംഘടനകളുടെ നിലപാടും തോൽവിക്ക് കാരണമായതായി ചൂണ്ടിക്കാട്ടി. സംഘടനാ സമ്മേളനങ്ങളിലേക്ക് കടന്നിരിക്കെ പുതിയ റിപ്പോർട്ട് സിപിഎമ്മിനുള്ളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കാനുള്ള സാധ്യതയേറെയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി അടക്കമുള്ള വിഷയങ്ങൾ വിശദമായി വിലയിരുത്തണമെന്ന് നേരത്തെ കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.